ഏതായാലും എത്രയധികം തട്ടിപ്പുകളുടെ വാർത്തകൾ വന്നാലും വീണ്ടും വീണ്ടും ഇതിലൊക്കെ പോയി ചാടുന്നതിൽ മലയാളിയെ കഴിഞ്ഞേ ആളുള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം എത്രയോ വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. തിയോഫിൻ ചേരുകയാണ്. ഇങ്ങനെ ഈ ആർത്തി നമുക്കുള്ളതുകൊണ്ട് തന്നെ തട്ടിപ്പുകാർക്ക് അനായാസം നമ്മളെ പിടിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. തിയോഫിൻ, ഞാനിന്ന് ഇടപെട്ട് പോയത് വളരെ വേഗത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കൊന്ന് പോകേണ്ടി വന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അറിയാമല്ലോ. അവിടുത്തെ അദ്ദേഹം പിതാവ് മടങ്ങിയെത്തുന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഇനിയിപ്പോൾ നമുക്ക് തിരികെ എത്താം. ഈ ആതിര ഗോൾഡുകാർ ഇവരെങ്ങനെയാണ് ഇത്രയധികം ആളുകളെ ഇതിൽ കൊണ്ട് കുടുക്കിയത്? മനു, ഈ ആതിര ഗോൾഡ്, അതായത് ആതിര ഗ്രൂപ്പ് ചെറായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. പള്ളിപ്പുറം സ്വദേശികളാണ് ഈ ഉടമകൾ. അതിൽ 4 പേരാണ്. ആൻ്റണി, ജോസഫ്, ജോൺസൺ, ജോബി. ഇവർ 4 പേരും നിലവിൽ റിമാൻഡിലാണ്. ഈ സ്ഥാപനം പൊളിഞ്ഞതായി, അല്ലെങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ പ്രധാന സ്ഥാപനം ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് എന്ന ഒരു സ്ഥാപനം എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനം അടഞ്ഞു കിടന്നപ്പോഴാണ് ഇതിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് നിക്ഷേപകർക്കൊരു ബോധ്യം വന്നത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. ഒരു സ്വകാര്യ ബാങ്കിൽ ഇവരുടെ സ്ഥാപനം പണയം വെച്ച് ഇവർ വലിയ തുക വായ്പ എടുത്തിരുന്നു. ആ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തിയായതാണ്. ജപ്തി നടപടികൾ നേരിട്ട സ്ഥാപനം അടഞ്ഞതോടുകൂടിയാണ് ഇവർക്ക് കടബാധ്യതയുണ്ട്, ഇത് തട്ടിപ്പാണ് എന്നൊരു ബോധ്യം നിക്ഷേപകർക്ക് വന്നത്. അങ്ങനെ പ്രധാനമായും 3 പരാതികളുണ്ടായിരുന്നു. ഒരാൾ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത് നഷ്ടപ്പെട്ട ഒരാൾ, മറ്റൊരാൾക്ക് 40 ലക്ഷം രൂപ, മറ്റൊരാൾ 18 ലക്ഷം രൂപ. അങ്ങനെ 3 കേസുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഈ 3 കേസുകളെയും തുടർച്ചയായിട്ടാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായത്. ഇവരെ ഈ പ്രതികളായ, അതായത് സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർമാരായ 4 പേരെയും അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ഇവർ റിമാൻഡിലാണ്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത്. 200ഓളം പേർ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുറേ പേർ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ തട്ടിക്കപ്പെട്ട, അതായത് ലക്ഷദ്വീപിൽ ഉൾപ്പെടെ ഈ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങിയ ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് പറവൂർ, ചെറായി, മുനമ്പം, കൊടുങ്ങല്ലൂർ അത്തരം മേഖലകളിലുള്ളവരാണ് കൂടുതൽ. ആ പ്രദേശത്തു നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. കാരണം അവിടെ കേന്ദ്രീകരിച്ചാണ് ആതിര ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം ചെറായിയാണ്. തന്നെയുമല്ല, പറവൂർ, ചെറായി മേഖലകളിൽ ഇവരുടെ പല സ്ഥാപനങ്ങളുണ്ട്. ഫർണിച്ചർ സ്ഥാപനങ്ങളുണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഹോം അപ്ലയൻസസ് സ്ഥാപനങ്ങളുണ്ട്, തുണിക്കടയുണ്ട്. അത്തരം നിരവധി സ്ഥാപനങ്ങൾ, ജ്വല്ലറികളുമുണ്ട്. ഈ ജ്വല്ലറികളിൽ ഉൾപ്പെടെ ഉള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം സ്വർണ്ണ ചിട്ടി നടത്തി പണം സ്വീകരിച്ചിരുന്നു. ഈ പണം എല്ലാം ഇവർ തട്ടിച്ചിട്ടുണ്ട്. ഈ പണം എവിടേക്ക് വകമാറ്റിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 3 കേസുകൾ, അതായത് 1 കോടിക്ക് മുകളിൽ വരുന്ന ആ 3 കേസുകൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം കൂടി, അതായത് 200ഓളം പരാതികൾ നിലവിൽ സെൻട്രൽ പോലീസിലുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പരാതികൾ മുനമ്പം സ്റ്റേഷനിലുമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒറ്റ കേസായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു കേസ് കൂടി ആക്കി മാറ്റി ഇത് ഒരുമിച്ച് അന്വേഷണം നടത്താനുള്ളൊരു നീക്കത്തിലാണ് പോലീസ്. അതോടൊപ്പം തന്നെ ഇവർക്ക് നിക്ഷേപം സ്വീകരിക്കാൻ റിസർവ് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും അനുമതിയുണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം റിസർവ് ബാങ്കിനോട് കത്തയച്ച് പോലീസ് അന്വേഷിച്ചിട്ടുമുണ്ട്. നിലവിൽ ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് ഇതെല്ലാം നടത്തിയതെന്നാണ് വിവരം. എന്തായാലും ഒരു ബാങ്ക്രപ്റ്റായി മാറിയതോടുകൂടിയാണ് ഇവരെ ഈ തട്ടിപ്പിനെക്കുറിച്ച് പുറത്തു വന്നത്. നിരവധി പരാതികൾ വന്നിട്ടുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാതിരിക്കുന്നതിന് പൊതുപ്രവർത്തകരുടെ ഉൾപ്പെടെ, അതായത് പല രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെടെവരുടെ സ്വാധീനം ഉൾപ്പെടെ ചെലുത്തി ഈ നിക്ഷേപകരോട് പറയുന്നുണ്ട്, പരാതി കൊടുത്താൽ, കേസ് കൊടുത്താൽ നിങ്ങൾക്ക് പണം കിട്ടില്ല, അല്ലാതെയാണെങ്കിൽ നിങ്ങൾക്ക് പണം തിരിച്ചു തരാൻ ഉടമകൾ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇതിലെ പ്രധാന ഉടമകളിൽ ഒരാളായ ആൻ്റണിയുടെ വീട്ടിലേക്ക് നിരവധി പേർ നിക്ഷേപകർ എത്തിയിരുന്നു. പക്ഷേ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. നിക്ഷേപത്തിലെത്തിയവർ അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ, അതായത് പണം നൽകാം, പകുതി പണം നൽകാം എന്ന് പറഞ്ഞവരുണ്ട്, കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല മീഡിയേറ്റർമാരെ ഉപയോഗിച്ച് കേസുകൾ കുറയ്ക്കാൻ, കൂടുതൽ പരാതികൾ വരുന്ന ഒഴിവാക്കാനുള്ള ശ്രമവും സമാന്തരമായി നടക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വിഷയം വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. കാര്യമായ അന്വേഷണം നടത്തുന്നു. എവിടേക്ക് ഇവർ വകമാറ്റിയെന്നും അതോടൊപ്പം തന്നെ അന്വേഷണം ഊർജിതമാക്കുന്നു, കേസ് ശക്തമാക്കുന്നു. ഈ പണം വകമാറ്റിയത് എവിടേക്കെന്നാണ് പ്രധാനമായും പോലീസിന് അറിയേണ്ടത്. അത് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുമതിയില്ലാതെ ഇവർക്ക് എങ്ങനെ ഈ നിക്ഷേപം സ്വീകരിക്കാൻ സാധിച്ചുവെന്നും അന്വേഷിക്കുന്നുണ്ട്. മനു, ശരി, നോക്കാം തിയോഫിൻ. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഈ കള്ളന്മാരെയൊക്കെ പിടികൂടട്ടെ എന്ന് മാത്രമേ നമുക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊന്നും പോയി വീഴരുത്. കാരണം ഈ നിക്ഷേപിച്ചാൽ ഇരട്ടിയാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാകില്ലേ അതിൽ കള്ളത്തരമുണ്ട്. അങ്ങനെ ഇരട്ടിപ്പിക്കാനുള്ള ഒരു ലാഭവും അതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ഒരു അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകില്ലേ. ഇനിയെങ്കിലും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക. നമ്മളുടെയൊക്കെ ഇതുപോലുള്ള ഈ മനസ്ഥിതിയാണ് ഈ കള്ളന്മാരെയൊക്കെ വളർത്തുന്നത് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒന്നുകിൽ വല്ല ബാങ്കിലും കൊണ്ടുപോയി, സർക്കാർ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യം ചെയ്യുക. അല്ലാതെ ഈ പറയുന്ന കള്ളന്മാരെ വളർത്താൻ വഴിവെച്ച് കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എത്ര പറഞ്ഞാലും എത്ര വാർത്തകൾ വന്നാലും ഒരിക്കലും പഠിക്കാത്തവരാണ് നമ്മൾ മലയാളികൾ എന്നത് ഏറെ സങ്കടകരമായ കാര്യം തന്നെയാണ്. സാക്ഷരതയ്ക്ക് മുകളിൽ പറക്കുന്ന ആക്രാന്തം, തട്ടിപ്പിൻ്റെ മൂലധനം. താജുദ്ദീനാണ് എഴുതുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് താജുദ്ദീൻ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം
നമ്മുടെ ഈ നിക്ഷേപിച്ചാൽ ഇരട്ടി കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ വീണു പോകുന്ന മലയാളിയുടെ മനസ്സിനെ ഇത്രയധികം എളുപ്പത്തിൽ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ എല്ലാവരെയും അധിക്ഷേപിച്ച് പറഞ്ഞതല്ല, ആരെയും അധിക്ഷേപിച്ചതല്ല, ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞതാണ്. കാരണം എത്ര വാർത്ത വന്നാലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നല്ലോ എന്നോർത്ത് പറഞ്ഞു പോയതാണ്.